നീ ഇപ്പോഴും സിംഗിൾ ആണോ? ഒരു പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യന് നിലവിൽ നേരിടുന്ന വ്യക്തികളുണ്ടായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സിംഗിൾ ആയിരിക്കുന്നത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നു, എന്നിട്ട് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ കഴിയുന്നില്ല. സോ ഇപ്പോഴും സിംഗിൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് പോസിബിൾ റീസൺസ് നോക്കാം. ഒന്ന്, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 100% പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാം കൊണ്ടും നമുക്ക് മാച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യുന്നതിൽ കുറേ ടൈം എടുക്കും. രണ്ട്, നമ്മുടെ പാസ്റ്റ് ലൈഫ് ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. ഒരു പക്ഷേ പാസ്റ്റിൽ മറ്റൊരു പേഴ്സൺ ഉണ്ടായിരുന്നു, മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊന്നും മൂവ് ഓൺ ചെയ്യാതെ ആ ഒരു പേഴ്സണെയും ആ ഒരു മെമ്മറീസും ആ ഒരു റിലേഷൻഷിപ്പും ഒക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കില്ല, ഒരു പുതിയ പേഴ്സണെ ഫൈൻഡ് ചെയ്യാനും സാധിക്കില്ല. സോ സിംഗിൾ ആയിരിക്കുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ റീസൺ, നമുക്ക് ഒരു വ്യക്തിയുടെ അറ്റൻഷൻ വേണം, പക്ഷേ കമ്മിറ്റ്മെന്റോ റിലേഷൻഷിപ്പിനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാൻ സാധിക്കില്ല. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ള ആളുകളും സിംഗിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ, സെൽഫ് ലവിന്റെ പേരിൽ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുന്ന ആളുകളുണ്ട്. അതായത് ഞാൻ എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, മറ്റൊരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഹാപ്പിനെസ് ഇല്ലാതാവോ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഹേർട്ട് ചെയ്യോ, ഇങ്ങനെയുള്ള ഒരു ഫിയർ കാരണം അല്ലെങ്കിൽ ഒരു മടി കാരണം, രണ്ടും പറയാം. സോ ഇങ്ങനെയുള്ളൊരു കാരണം കൊണ്ടും കമ്മിറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ, ഒരു പക്ഷെ നമ്മളൊരു വ്യക്തിയെ കണ്ടു, പരിചയപ്പെട്ടു, അവരുടെ ഭാഗത്തുനിന്നും ചെറിയൊരു മിസ്റ്റേക്ക് വന്നെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് അതൊരു റെഡ് ഫ്ലാഗ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവരോട് അത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇതിന് പകരം ഓടിക്കോ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അതിൽ നിന്നും കിറ്റിയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, സ്നേഹം കൊടുക്കാൻ തയ്യാറല്ല, പക്ഷെ സ്നേഹം ലഭിക്കണം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിലും നമ്മൾ സിംഗിൾ ആയിട്ടിരിക്കും. കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ്, അല്ലാതെ ഒരു വ്യക്തി മാത്രം കൊടുക്കുക, ഒരു വ്യക്തി മാത്രം റിസീവ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യമല്ല. എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, ഞാൻ സ്നേഹം കൊടുക്കാൻ പഠിച്ചിട്ടില്ല, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഇപ്പോഴും സ്റ്റിൽ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആകാനും അല്ലെങ്കിൽ ഈ സിംഗിൾ എന്ന് പറയുന്ന ഒരു കാര്യം മാറ്റാനും ബുദ്ധിമുട്ടായിരിക്കും. കാരണം റിലേഷൻഷിപ്പിൽ സ്നേഹം കൊടുക്കുകയും വേണം, സ്നേഹം റിസീവ് ചെയ്യാനും സാധിക്കണം. സോ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിൽ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ റീസൺ കാരണമാണ് ഇപ്പോഴും നിങ്ങൾ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇനി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഫോളോ ചെയ്യാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ ഉണ്ട്. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചേസിങ് അഫർമേഷൻ വാട്സ്ആപ്പ് ചെയ്യുക, അയച്ചു തരാം.